അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഫിഖ്ഹിൻ്റെ 5ാം ക്ലാസ്സിലെ ഫിഖ്ഹിൻ്റെ പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട 3-4 ചോദ്യപേപ്പറുകളിൽ നിന്നും പ്രത്യേകം തിരഞ്ഞെടുത്ത ചോദ്യങ്ങളാണ്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ 5ൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം. ഒന്നാമത്തേത് ഹലാലിൻ്റെ മറ്റൊരു പേര്. 2 പേരുണ്ട്, അത് രണ്ടും എഴുതാം. മുബാഹ്, ജായിസ്. 2 സുന്നത്തിന് ഒരു ഉദാഹരണം. ഏതെങ്കിലും ഒരു ഉദാഹരണം എഴുതാം. ഏത് എഴുതിയാലും ശരിയാണ്. തൊപ്പി ധരിക്കലോ വെള്ളിമോതിരം ധരിക്കലോ ഏതും എഴുതാം. 3 മുത്തവസ്സിത്തായ നജസിന് ഒരു ഉദാഹരണം. ഏതും എഴുതാം. ഏതൊക്കെയാണ് മുത്തവസ്സിത്തായ നജസ്സുകൾ? മൂത്രം, മലം, ഛർദ്ദിച്ചത്, അതുപോലെ രക്തം, പിന്നെയോ ചലം. 4-മത്തേത് നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേര്. നജസ് ചേർന്നിട്ടുണ്ട്, കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേര് മുത്തനജ്ജിസ്. 5-മത്തേത് ഫർളായ ശുദ്ധീകരണത്തിന് ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേര്. അതിന് പറയുന്ന പേര് മുസ്തഅമൽ. ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. വരി പൂർത്തിയാക്കി കൊടുക്കാം. 1-മത്തേത് പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് അൽ അഹ്കാമു ശർഇയ്യ എന്ന് പറയുന്നത്. 2 അൽ ഹലാലു ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും ഡാഷ്. അൽ ഹലാലു ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്തത്. 3-മത്തേത് അൽ കറാഹത്തു ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഡാഷ്. അൽ കറാഹത്തു ചെയ്താൽ ശിക്ഷ ഇല്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും. 4 ഫർളു ഐൻ ഓരോ മുക്കല്ലഫിനും ഡാഷ്. ഫർളു ഐൻ ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത്. 5-മത്തേത് അസ്സുന്നത്തു ചെയ്താൽ കൂലിയുള്ളത് ഒഴിവാക്കിയാൽ ഡാഷ്. അസ്സുന്നത്തു ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷ ഇല്ലാത്തതുമാകുന്നു. ഇനി അടുത്ത പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് ചേർത്ത് കൊടുക്കാം. 1-മത്തേത് നിഫാസ് ഉള്ള അവസരം ഹറാമാണ്. അതിൽ കാണാം നോമ്പ്. 2 വായ പകർച്ചയായ സമയത്ത് മിസ്വാക്ക് മുഅക്കദായ സുന്നത്ത്. 3-മത്തേത് നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്താണ്. 4 അൽ അഹ്കാമു ശർഇയ്യ. അഹ്കാമു ശർഇയ്യ 5 അഞ്ചെണ്ണാണ് അൽ അഹ്കാമു ശർഇയ്യ. ഇനി 5-മത്തേത് പുഴവെള്ളം എന്താകുന്നു? തഹൂറാണ്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. 1-മത്തെ ചോദ്യം ഹറാം എന്നാൽ എന്ത്? ഉത്തരം ചെയ്താൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും, അതാണ് ഹറാം. 2-മത്തേത് ഫർളു ഐൻ എന്നാൽ എന്ത്? എന്തിനാണ് ഫർളു ഐൻ എന്ന് പറയുന്നത്? ഉത്തരം ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത്.
പരീക്ഷയിൽ ഫർള് ഐനിന് ഉദാഹരണം ചോദിക്കും. അപ്പോൾ നിങ്ങൾ എഴുതണം 5 വക്ത് നിസ്കാരം, അതല്ലെങ്കിൽ നോമ്പ് എന്നൊക്കെ. അതുപോലെ ഫർള് കിഫക്കും ഉദാഹരണം കണ്ടെത്തുക. ഉദാഹരണം മയ്യിത്ത് നിസ്കാരം. ഫർള് ഐനി എന്ന് പറഞ്ഞാൽ ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത്. ഇനി അടുത്ത പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും യോജിച്ചത് താഴേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നാമത്തത് കൂടിയാൽ 15 ദിവസം. അതേതിനാണ്? അൽ ഹൈദു. 2 കൂടിയാൽ 60 ദിവസം. അത് അൻ നിഫാസു. മാറിപ്പോകാൻ പാടില്ല. മൂന്നാമത്തത് നിസ്കാരമോ നോമ്പോ അനുഷ്ഠിക്കാതിരിക്കാൻ പാടില്ലാത്ത രക്തം. ഏതാണ്? അൽ ഇസ്തിഹാലത്തു. 4 ഇളനീർ വെള്ളം. ഇളനീർ വെള്ളം എന്താണ്? ത്വാഹിറാണ്. 5 പുഴവെള്ളം. പുഴവെള്ളം തൊഹൂറാണ്. 6 നിസ്കാരത്തിൽ തല തുറന്നിടൽ. അത് ബ്രാക്കറ്റിൽ കാണാം, അൽ കറാഹത്തു. ഇനി അടുത്ത പ്രവർത്തനം വേർതിരിക്കാം. ബ്രാക്കറ്റിൽ ധാരാളം വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അവയിൽ നിന്നും മുതവസ്സിത്തായ നജസ്, അതുപോലെ മുഗല്ലദായ നജസ്, ഇവ വേർതിരിക്കാനാണ്. ഒന്നാമത്തത് മുതവസ്സിത്തായ നജസ്. മുകളിൽ പറഞ്ഞത് ഏതൊക്കെയാണ്? 1 ലഹരി ദ്രാവകങ്ങൾ, അതുപോലെ കോഴിയുടെ ശവം, അതുപോലെ വദിയ്. ഈ 3 മുതവസ്സിത്തായ നജസ്. രണ്ടാമത്തത് മുഗല്ലദായ നജസ്. അതിൽ നായ, പന്നി പ്രസവിച്ച ആട്ടിൻകുട്ടി, അതുപോലെ പന്നി. ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം. ഒന്നാമത്തത് വുളൂഇൻ്റെ സുന്നത്ത്. വുളൂയിൽ ചെയ്യൽ സുന്നത്തായ കാര്യങ്ങൾ എഴുതാം. ഒന്നേതാണ്? ഔദും ബിസ്മിയും ചൊല്ലുക. 2 വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക. 2 മിസ്വാക്ക് മുഅക്കദായ സുന്നത്തായ അവസരങ്ങൾ. 1 ഖുർആൻ പാരായണം, 2 ഹദീസ് പാരായണം. ഇവക്ക് മുഅക്കദായ സുന്നത്താണ് മിസ്വാക്ക് ചെയ്യൽ. 3 വുളൂഇൻ്റെ ഫർളുകൾ. വുളൂഇൻ്റെ ഫർളുകളിൽ നിന്നും 2 എഴുതുക. ഒന്നേതാണ്? നിയ്യത്ത്. 2 മുഖം കഴുകൽ. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. ഒന്നാമത്തേത് അസുന്നത്തു. സുന്നത്ത് എന്നാൽ എന്ത്? ഉത്തരം ചെയ്താൽ കൂലിയുള്ളതും ഒഴിവാക്കിയാൽ ശിക്ഷ ഇല്ലാത്തതുമാകുന്നു. 2 മുഖഫഫായ നജസ്. മുഖഫഫായ നജസ് എന്നാൽ എന്ത്? പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. മൂന്നാമത്തത് അൻ നിഫാസ്. എന്താണ് നിഫാസ്? പ്രസവിച്ച് 15 ദിവസത്തിനകം പുറപ്പെടുന്ന, ഗർഭപാത്രത്തിൽ നിന്നും പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഹൈള് എന്നാൽ എന്ത്? ഉത്തരം ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭപാത്രത്തിൻ്റെ അങ്ങേയറ്റത്തു നിന്നും പുറപ്പെടുന്ന രക്തമാണ് ഹൈള്. രണ്ടാമത്തെ ചോദ്യം, മുൻകൈ കഴുകുമ്പോൾ എന്തെല്ലാം ചൊല്ലണം? ഉത്തരം വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതി ഔദും ബിസ്മിയും 2 ഷഹാദത്ത് കലിമയും അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറൻ
എന്നും ചൊല്ലണം. മൂന്നാമത്തത് മുഖഫഫായ നജസ് ഏത്? ഉത്തരം പാലല്ലാതെ മറ്റൊന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രം മുഖഫഫായ നജസാണ്. ഇനി നാലാമത്തത് നിസ്കാരം സമയത്തെ വിട്ട് പിന്തിക്കാവുന്നതിൻ്റെ കാരണങ്ങൾ. ഉത്തരം ഉറക്കം, മറവി. അടുത്ത പ്രവർത്തനം നജസുകൾ വേർതിരിക്കാം. ബ്രാക്കറ്റിൽ കുറച്ച് നജസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും മുത്തവസ്സിത്ത്, മുഗല്ലദ് ഇവ വേർതിരിക്കാം. മുത്തവസ്സിത്തായ നജസുകൾ മലം, മൂത്രം, രക്തം, അതുപോലെ മദിയ്. മുഗല്ലദായ നജസ് നായ, പന്നി. അതിൻ്റെ താഴെ യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും താഴെ പറയുന്ന കാര്യങ്ങളുമായി യോജിച്ചത് താഴേക്ക് എഴുതിയെടുക്കുക. 1. കടലിലെ വെള്ളം. കടലിലെ വെള്ളം എന്താണ്? മുത്തനജ്ജിസാണോ, മുസ്തഅമലാണോ, തഹൂറാണോ, ത്വാഹിറാണോ, ജായിസാണോ, ഫർളാണോ? അതിൻ്റെ ഉത്തരം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. 2. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം. അതിന് നമ്മൾ പേര് പിടിച്ചു മുത്തനജ്ജിസ്. 3. ഇളനീർ വെള്ളം. ഇളനീർ വെള്ളത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് കുടിക്കാൻ പറ്റും. അതുകൊണ്ട് അത് ഏതിലാണ് പെടുക? താഹിറാണ്. 4. ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളം. അതിന് മുസ്തഅമൽ എന്ന പേര് പറയപ്പെടും. 5. വാജിബിൻ്റെ മറ്റൊരു പേര്. വാജിബിൻ്റെ മറ്റൊരു പേര് ഫർള്. 6. ഹലാലിൻ്റെ മറ്റൊരു പേര് ജായിസ്. ഇനി അടുത്തത് 2 വീതം എഴുതാം. ഒന്നാമത്തത് നിഫാസുള്ള അവസരത്തിൽ ഹറാമാകുന്ന കാര്യങ്ങൾ. 1. നോമ്പ്. 2. നിസ്കാരം. 2. സുന്നത്തിൻ്റെ മറ്റു പേരുകൾ. മൻദൂബ്, തതവ്വുഅ്. 2 എഴുതാനാണ്. 3. വുളൂഇൻ്റെ സുന്നത്തുകൾ. നമ്മൾ നേരത്തെ പറഞ്ഞു വുളൂഇൻ്റെ സുന്നത്തുകൾ. 4. കുറഞ്ഞതാണെങ്കിൽ മാത്രം പൊറുക്കപ്പെടുന്ന രക്തം. ചോരക്കുരു. 2. മുഖക്കുരു. അത് കുറഞ്ഞതാണെങ്കിൽ പൊറുക്കപ്പെടും. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, പല്ലിലും നാവിലും മിസ്വാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഉത്തരം പല്ലിൽ അകലത്തിലും നാവിൽ നീളത്തിലുമാണ് മിസ്വാക്ക് ചെയ്യേണ്ടത്. രണ്ടാമത്തത്, ഹൈളിൻ്റെ ചുരുങ്ങിയ പ്രായം എത്രയാണ്? ഉത്തരം 9 വയസ്സ്. അടുത്ത പ്രവർത്തനം ആശയം എഴുതാം. അസ്സിവാക്കു മത്ഹാറത്തുൽ ലിൽ ഫമി മർളാത്തുൽ ലിർറബ്ബി. പല്ല് തേക്കൽ വായ ശുദ്ധിയാക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതാകുന്നു. അടുത്ത പ്രവർത്തനം ശുദ്ധിയാക്കുന്ന രൂപമെഴുതാം. ഒന്നാമത്തത് മുഗല്ലദ്. മുഗല്ലദായ നജസിൽ നിന്നും ശുദ്ധിയാക്കേണ്ടത് മലിനമായാൽ 7 തവണ കഴുകണം. മുഗല്ലദായ നജസ് മലിനമായാൽ 7 തവണ കഴുകണം. അതിൽ ഒന്ന് ശുദ്ധിയായ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം. രണ്ടാമത്തത് മുഖഫഫ്. മുഖഫഫായ നജസ് മലിനമായാൽ മൂത്രം ആയ മുഴുവൻ സ്ഥലത്തും എത്തും വിധം മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം കുടഞ്ഞാൽ മതി.
3 മുതവസ്സിത്ത്. മുതവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായത് നജസിൻ്റെ നിറം, മണം, രുചി എന്നിവ നീങ്ങുന്നത് വരെ കഴുകണം. ഇനി അടുത്തത് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഇസ്തിഹാലത്ത് എന്നാൽ എന്ത്? ഉത്തരം, ഹൈളിൻ്റെയോ നിഫാസിൻ്റെയോ സമയമല്ലാതെ ഉണ്ടാകുന്ന രക്തമാണ് ഇസ്തിഹാലത്ത്. 2, ഹജ്ജിന് ഇഹ്റാം ചെയ്ത സ്ത്രീക്ക് ഹൈളുണ്ടായാൽ എന്തു ചെയ്യണം? ഉത്തരം, തവാഫ് അല്ലാത്തവയെല്ലാം നിർവഹിക്കണം. തവാഫ് ശുദ്ധിയായ ശേഷം ചെയ്യുകയും വേണം. ഇനി യോജിച്ചവ ചേർക്കാം. ഒന്നാമത്തത്, റമളാനിലെ നോമ്പ് ഫർള് ഐനാണ്, ഓരോ വ്യക്തിയുടെ മേലും നിർബന്ധമായതാണ്. 2, മയ്യിത്ത് നിസ്കാരം, അത് ഫർള് കിഫയാണെന്ന് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചു. 3, നല്ല ചെരുപ്പ് ധരിക്കൽ, ഹലാൽ അതായത് മുബാഹ്. ഹലാലിൻ്റെ മറ്റു 2 പേരുകളാണ് മുബാഹും ജായിസും. ഇവിടെ മുബാഹ് എന്നാണ് കൊടുത്തത്. 4, നിസ്കാരത്തിൽ തല തുറന്നിടൽ, അത് കറാഹത്താണ്. 5, മദ്യപാനം ഹറാം. 6, സലാം പറയൽ നഫ്ൽ സുന്നത്താണ്. ഇനി വേർതിരിക്കാം. ത്വാഹിറായ വെള്ളം, തൊഹൂറായ വെള്ളം, ത്വാഹിറായ വെള്ളം ബ്രാക്കറ്റിൽ നിന്നും വേർതിരിക്കാം. കിണറിലെ വെള്ളം അതെന്താണ്? തൊഹൂറായ വെള്ളമാണ്. കഞ്ഞിവെള്ളം അത് ത്വാഹിറാണ്. പനിനീർ വെള്ളം അതും ത്വാഹിറാണ്, സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റതിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല. പുഴയിലെ വെള്ളം തൊഹൂറാണ്, തൊഹൂറായ വെള്ളമാണ്, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയുന്നതുമായ വെള്ളമാണ്. ഇളനീർ വെള്ളം ത്വാഹിറായ വെള്ളമാണ്. പുഴയിലെ വെള്ളം തൊഹൂറായ വെള്ളമാണ്. ഇനി കള്ളികൾ പൂർത്തിയാക്കാം. ഹൈളിൻ്റെ കുറഞ്ഞ സമയം, സാധാരണ കൂടിയ സമയം എഴുതാനാണ്. ഹൈള് കുറഞ്ഞത് 1 ദിവസം, സാധാരണ 6-7 ദിവസം, കൂടിയാൽ 15 ദിവസം. നിഫാസ് ചുരുങ്ങിയത് 1 സെക്കൻഡ്, സാധാരണ 40 ദിവസം, കൂടിയാൽ 60 ദിവസം.